വിശദമായ വാർത്തയിലേക്ക്. JNU യൂണിയൻ ഇടതു സഖ്യത്തിന് മുഴുവൻ സീറ്റിലും ഇടതു സഖ്യത്തിന് വിജയം. വൈസ് പ്രസിഡന്റായി മലയാളിയായ കെ ഗോപിക തെരഞ്ഞെടുക്കപ്പെട്ടു. ഐസ SFI DSF സഖ്യത്തിലായിരുന്നു മത്സരം. കഴിഞ്ഞ തവണ ABVP നേടിയ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം തിരിച്ചുപിടിച്ചു. അദിതി മിശ്രയാണ് പുതിയ പ്രസിഡന്റ്. ഗോപിക, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത്? സഖ്യത്തിന്റെ ഒരു വിജയം തന്നെയാണോ? അതെ, സഖ്യത്തിൻ്റെ വിജയം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം സഖ്യമില്ലായിരുന്നു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത് ABVPനാണ്. അവർക്കൊരു ജോയിൻറ്റ് സെക്രട്ടറി പോസ്റ്റ് കിട്ടി. ഇപ്രാവശ്യം ഞാൻ SFI നിന്ന് ലെഫ്റ്റ് യുണൈറ്റഡ് പാനലിലെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആണ്. എൻ്റെ സീറ്റിൽ ABVP വേഴ്സസ് ലെഫ്റ്റ് യൂണിറ്റി ഡയറക്റ്റ് ഒരു ഫൈറ്റ് ആയിരുന്നു, ഒരു ഐഡിയോളജിയുടെ ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും ഹയസ്റ്റ് ഒരു മാർജിൻ, അതിൻ്റെ ഒരു റെക്കഗ്നിഷനാണ്. സ്റ്റുഡൻസ് ലെഫ്റ്റ് യൂണിറ്റിക്ക് തന്ന മാൻഡേറ്റിൻ്റെ ഒരു റെക്കഗ്നിഷൻ തന്നെയാണ്. മറ്റൊന്ന്, കഴിഞ്ഞ തവണ ABVP നേടിയ സീറ്റ് ഇത്തവണ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? ABVP ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതൊരു വയലൻസിന്റെ രാഷ്ട്രീയമാണ്. അവർ ഓപ്പൺലി പറയുന്നത് ഇസ്ലാമോഫോബിക്, ഭയങ്കരമായിട്ടുള്ള കാസ്റ്റിസ്റ്റ് സ്ലർസ് ആണ് അവർ യൂസ് ചെയ്യണത് പൊളിറ്റിക്കലി. അപ്പോൾ അവരുടെ ഒരു ഐഡിയോളജിയുടെ എക്സ്പോഷർ സ്റ്റുഡൻസിന് കിട്ടിക്കഴിഞ്ഞു. സ്റ്റുഡൻസ് ലെഫ്റ്റ് യുണൈറ്റഡ് പാനലിലെ ലെഗസി ഓഫ് റെസിസ്റ്റൻസിനെ, ലെഗസി ഓഫ് സ്ട്രഗിളിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും യൂണിയനിൽ ലെഫ്റ്റ് യുണൈറ്റഡ് പാനലിനെ വൻ ഭൂരിപക്ഷത്തിൽ എലക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇടത് സഖ്യം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പൂർണ്ണമായും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു എന്നതിന്റെ ഒരു തെളിവ് തന്നെയല്ലേ ഈ ഒരു വിജയത്തെ? അങ്ങനെ ലെഫ്റ്റ് യൂണിയൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അജണ്ട ഇത് തന്നെയായിരുന്നു. JNUവിൽ നമ്മൾ പഠിക്കുന്നത് ഒരു സെമസ്റ്ററിന് 268 റുപ്പീസ് മാത്രം ഫീസ് കൊടുത്തിട്ടാണ്. ഏതൊരു ഫാർമേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ സ്റ്റുഡൻസിനും വന്നിവിടെ PhD ചെയ്യാനുള്ളൊരു കരുത്ത് JNU നൽകുന്നുണ്ട്. അപ്പോൾ JNU മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അജണ്ട, അതിനെ നിലനിർത്താൻ വേണ്ടിയുള്ളൊരു അജണ്ട തന്നെയാണ് ലെഫ്റ്റ് യുണൈറ്റഡ് പാനൽ ഈ വർഷം മുന്നോട്ട് വെച്ചത്. നിരവധി പ്രശ്നങ്ങൾ ഈ അടുത്തായിട്ട് ക്യാമ്പസിനകത്ത് ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഒരു പരിഗണന, എന്താണ് പുതിയ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടാവുന്നത്? ABVP അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു സഖ്യത്തിൻ്റെ എതിരാണ്, ABVP ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ്. പക്ഷെ അത് വളരെയധികം തെറ്റാണ്. ABVPയുടെ പിന്നിൽ RSSന്റെ ഫുൾ മെഷീനറി ഉണ്ട്. അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി രേഖാ ഗുപ്തയുടെ സർക്കാരുണ്ട്, അവരുടെ പോലീസ് ഉണ്ട്, മോദി സർക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എതിരെ നിന്നുകൊണ്ടാണ് ഈ മൂന്ന് സഖ്യം, SFI, ഐസ, DSFന്റെ സഖ്യം ഇത്രയൊരു വലിയ വിജയം ഈ യൂണിവേഴ്സിറ്റിയിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു കരുത്ത്, ആക്ടിവിസ്റ്റ് ആയിട്ട് ഇത്രയും അധികം സ്റ്റുഡൻസ് നമ്മുടെ പിന്നിലുണ്ട്, കരുത്ത് ഏറാൻ വേണ്ടി ഈ മൂവ്മെന്റിന്. അത് തന്നെ ഒരു വിശ്വാസമാണ്. ഇടത് സഖ്യം നിലനിൽക്കെ തന്നെ AISF ഒറ്റക്കാണ് ഇത്തവണ മത്സരിച്ചത്. എന്താണ് അവർ കൂടെ കൂടാനിരുന്നതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഡെമോക്രാറ്റിക് അലയൻസ് വേണം ABVPനെ ചേർത്ത് നിൽക്കാൻ ഈ ക്യാമ്പസിൽ. പക്ഷെ കുറച്ച് ടെക്നിക്കൽ റീസൺസും അലൈൻ ഫോർമേഷന്റെ കുറച്ച് ടെക്നിക്കാലിറ്റീസും കാരണം AISF നമ്മുടെ കൂടെ ഈ സഖ്യത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ റിസൾട്ട് വന്നു. അവിടെ SFI AISF പാനലിലാണ് വിജയം നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ABVPയുടെ എതിരെയുള്ളൊരു രാഷ്ട്രീയത്തിൽ AISF നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ ഒരു അലയൻസിന്റെ ഭാഗമല്ലെങ്കിലും അവരും ഈ ക്യാമ്പസിൽ അതേ രാഷ്ട്രീയം പറയാൻ വേണ്ടി നിലനിൽക്കും. വിദ്യാർത്ഥികളോട് എന്താണ്?